ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എന്നാണ് പേര്. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. ഈ ഫ്രൈഡ് റൈസിന് വേണ്ടി ആദ്യം നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം വേണ്ടത് ഇതിന് ഉണക്കമുളകാണ് വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 20 വറ്റൽമുളകും 5 പിരിയൻ മുളകുമാണ്. ഞാനിതിൽ കാണിച്ച പോലെ വറ്റൽമുളകിൻ്റെ കുരുവെല്ലാം കളയണം. എന്നിട്ട് നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. കുരു കളഞ്ഞ വറ്റൽമുളകിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിരാൻ വെക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുതിർന്ന ഉണക്കമുളകാണ്. ഇത് നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് മാറ്റാം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. ഇനി ഇടാൻ പോകുന്നത് 2 വലിയ ചുള വെളുത്തുള്ളിയാണ്. ഇനി ഞാനിത് മിക്സിയിൽ ഷടേന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരക്കണം. കണ്ട, ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാകുമ്പോൾ ഈ പേസ്റ്റ് പോലെ അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് 3 വലിയ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അടുത്തത് ഇടാൻ പോകുന്നത് 3 വലിയ സ്പൂൺ ടൊമാറ്റോ സോസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഒന്നുകൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഷെസ്വാൻ സോസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 2 വലിയ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു വലിയ ബൗൾ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, ഒരു വലിയ ബൗൾ ചെറുതായി അരിഞ്ഞ ബീൻസ്. ഇത് മൂന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു ബൗൾ ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു വലിയ ബൗൾ ക്യാപ്സിക്കം. ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഷെസ്വാൻ സോസ് ഇട്ട് കൊടുക്കാം. സോസ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഈ സോസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഷെസ്വാൻ സോസ് എന്ന് പറഞ്ഞിട്ട് കിട്ടാനുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചോറ് ബസുമതി റൈസാണ്. 4 ഗ്ലാസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ സോസ് ചേർത്ത പച്ചക്കറിയും വേവിച്ച ബസുമതി റൈസും എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കാം. ഫസ്റ്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 2 വലിയ സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കുകയാണ്. സോയാ സോസ് ഇട്ടതിന് ശേഷം 2 വലിയ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 സോസും ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം.
ഇനി നമുക്കിതിലോട്ട് മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കാം. മുട്ടയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ വറുത്ത ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വറുത്തെടുത്തതാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ മുട്ടയും ചിക്കനും ഇടുന്നതിന് മുമ്പേ മാറ്റി വെച്ചാൽ മതി. ഇതായിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിക്കാം. സൂപ്പറാണ്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന പോലെ തന്നെ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം.